സർവേഭ്യഃ നമസ്കാരഃ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരെയും ഈ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ശബ്ദങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 4 വിധം ശബ്ദങ്ങൾ: നാമശബ്ദം, ക്രിയാശബ്ദം, ഉപസർഗം, അവ്യയം. അതിലെ 3ാമത്തെ വിഭാഗമാണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. എന്താണ് പേര്? ഉപസർഗഃ. അപ്പോൾ ഉപസർഗം എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. അതിനു മുൻപായിട്ട് ഉപസർഗങ്ങൾ 22 എണ്ണം ഉണ്ട്. എത്ര എണ്ണമാണ് ഉള്ളത്? ഉപസർഗങ്ങൾ 22 ഉപസർഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അവയാണ് പ്ര, പര, അപ, സമ, അനു. സമ്മെന്നുണ്ട് കേട്ടോളൂ. അനു, അവ, നിസ്, നിര്, ദുസ്, ദുര്, വി, ആങ്, നി, അധി, അപി, അതി, സു, ഉത്, അഭി, പ്രതി, പരി, ഉപ. ഓക്കെ, ഇതാണ് 22 ഉപസർഗങ്ങൾ. ഓക്കെ, ഇനി ഉപസർഗത്തെ കുറിച്ചിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാം. ഉപസർഗാഃ ക്രിയായോഗേ. ഈ വാക്യം സൂത്രമാണ്, അഷ്ടാധ്യായിയിലെ സൂത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഉപസർഗാഃ ക്രിയായോഗേ. അതിൻ്റെ വിശദീകരണം എന്താണെന്ന് നോക്കാം. പ്രാദയഃ ക്രിയായോഗേ ഉപസർഗാഃ ഭവേയുഃ. ഓക്കെ, എന്താണ് ഈ പ്രാദയഃ? ഈ പ്ര എന്ന് തുടങ്ങുന്ന ഈ 22 രൂപങ്ങളെയാണ് പ്രാദയഃ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാദയങ്ങൾ അല്ലെങ്കിൽ പ്രാദികൾ ക്രിയായോഗത്തിൽ ക്രിയയോടുകൂടി ചേരുമ്പോൾ ഉപസർഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഈ 22 രൂപങ്ങൾ ക്രിയയോട് അല്ലെങ്കിൽ ധാതുവിനോട് ചേരുന്ന സമയത്ത് ഉപസർഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഏറ്റവും എളുപ്പമായിട്ട് ഓർത്തു വെക്കാനുള്ള ഒരു സൂത്രം തന്നെയാണ് ഉപസർഗാഃ ക്രിയായോഗേ. ഉപസർഗങ്ങൾ ക്രിയയോടുകൂടി യോജിക്കുന്ന സമയത്ത്. ഓക്കെ, ഇതൊരു സൂത്രത്തിൻ്റെ ടെക്നിക്കാണ്. അപ്പം അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയയോട് ചേരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തത നമുക്ക് അവിടെ വരുന്നില്ല അല്ലേ? നമുക്കത് കുറച്ചുകൂടി വിശദീകരണമായിട്ട് നോക്കാം. ഉപസർഗേണ ധാത്വർത്ഥേ ബലാദന്യത്ര നിയതേ. ഉപസർഗേണ ധാത്വർത്ഥേ ബലാദന്യത്ര നിയതേ. എന്താ ഇതിൻ്റെ അർത്ഥം? ഉപസർഗേണ, ഉപസർഗത്തിനോടുകൂടി, അതായത് ധാത്വർത്ഥേ, ഒരു ധാതുവിനോട് ഉപസർഗം ചേരുന്ന സമയത്ത് അതിനെ ബലാദന്യത്ര നിയതേ, അതായത് ഒരു ക്രിയാപദത്തിന് എന്തായാലും ഒരർത്ഥം ഉണ്ടായിരിക്കുമല്ലോ. അതേ അർത്ഥം ഉപസർഗം ചേരുന്ന സമയത്ത് വേറൊരു അർത്ഥത്തിലോട്ട് മാറ്റപ്പെടുന്നു. ഉപസർഗം ചേർന്ന് കഴിഞ്ഞാൽ വേറൊരു അർത്ഥമായി മാറപ്പെടുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഉപസർഗേണ ധാത്വർത്ഥേ ബലാദന്യത്ര നിയതേ. ഉപസർഗത്തിനോട് ചേരുന്ന സമയത്ത് ആ ക്രിയാപദത്തിൻ്റെ അർത്ഥം വേറൊരു അർത്ഥമായി മാറ്റപ്പെടുന്നു. ബലത്തോടുകൂടി അതിനെ മറ്റൊരു അർത്ഥത്തിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ മാറുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സാധാരണ ക്രിയാപദവും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉപസർഗങ്ങൾ ഉപയോഗിച്ച ക്രിയാപദങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്രിയാപദം നോക്കാം. ഹരതി, ഹരിക്കുക, മോഷ്ടിക്കുക എന്നതാണ് ഹരതി എന്ന ക്രിയാപദത്തിൻ്റെ മീനിങ്. ഓക്കെ, പക്ഷെ ഈ ഹരതി എന്നതിൽ വെറും ഒരു ക്രിയാപദമാണ് അല്ലേ. ഈ ഹരതി എന്നതിനെ പ്ര എന്ന ഉപസർഗം ചേർത്ത് പ്രഹരതി എന്നൊരു ക്രിയാപദമായി മാറ്റി. ആദ്യത്തെ ഉപസർഗം പ്ര അല്ലേ, ആ പ്ര ഹരതി എന്നതിനോടുകൂടി ചേരുന്ന സമയത്ത് പ്രഹരതി എന്നൊരു ക്രിയാപദമായി മാറി. അപ്പോൾ എന്തായി ഈ പ്രഹരതി എന്ന ക്രിയാപദത്തിൻ്റെ മീനിങ്? അടിക്കുക, തല്ലുക എന്നീ അർത്ഥത്തിലോട്ട് മാറി. ഓക്കെ, മോഷ്ടിക്കുക എന്ന അർത്ഥം അതുപോലെ പ്രഹരതി എന്നതിലേക്ക് മാറുന്ന സമയത്ത് അടിക്കുക എന്നായി മാറി. ഓക്കെ, അതുപോലെ ജയത്തെ എന്ന ക്രിയാപദം ജയിക്കുക, അതിനോടുകൂടി പര എന്ന ഉപസർഗം ചേരുന്ന സമയത്ത് പരാജയത്തെ എന്നൊരു ക്രിയാപദമായി മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ജയിക്കുക എന്നാണെങ്കിൽ ഇവിടെ പരാജയപ്പെടുക എന്ന അർത്ഥമായി മാറി. ഓക്കെ, അതുപോലെ നയതി, നയിക്കുക, അതിനോടുകൂടെ അപ മൂന്നാമത്തെ ഉപസർഗമായ അപ എന്ന ഉപസർഗം ചേരുന്ന സമയത്ത് അപനയതി എന്ന ക്രിയാപദമായി മാറി. അപ്പോൾ എന്താ ഈ അപനയതി എന്നതിൻ്റെ മീനിങ്? എടുത്തു കളയുക എന്നാണ് ഇതിൻ്റെ മീനിങ്. അതുപോലെ വീണ്ടും ഞാൻ ഹരതി എന്ന ക്രിയാപദത്തിനെ തന്നെ എടുത്തു. അതിനോടുകൂടി അടുത്ത ഉപസർഗമായ സം എന്ന ഉപസർഗം ചേർത്ത് സംഹരതി എന്നാക്കി മാറ്റി. ഹരതി എന്ന ക്രിയാപദത്തോട് സം എന്ന ഉപസർഗം ചേർത്ത് സംഹരതി എന്നാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ മീനിങ് കൊല്ലുക എന്നായി മാറുന്നു. ഓക്കെ, അടുത്തത് കരോതി, ചെയ്യുന്നു. അതിനോടുകൂടി അനു എന്ന ഉപസർഗം ചേർത്ത് അനുകരോതി എന്ന ക്രിയാപദമായി. അപ്പോൾ അതിൻ്റെ മീനിങ്ങോ അനുകരിക്കുക. മനസ്സിലായല്ലോ എന്താണ് അനുകരിക്കുക. അടുത്തതായിട്ട് ഗച്ഛതി, പോകുന്നു. അതിനോടുകൂടി അവ എന്ന ഉപസർഗം ചേർത്ത് അവഗച്ഛതി, മനസ്സിലാക്കുക എന്ന മീനിങ്ങിലോട്ട് മാറി. ഓക്കെ, അപ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. പോകുന്നു എന്ന ക്രിയാപദം അതിനോടുകൂടി ഉപസർഗം ചേരുന്ന സമയത്ത് മനസ്സിലാക്കുക എന്നൊരു ക്രിയാപദത്തിലോട്ട് മാറുകയാണ്, അർത്ഥം മാറുകയാണ്. ഓക്കെ, ആ അർത്ഥത്തിനെ നമ്മൾ പ്രത്യേകമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ ഉപസർഗം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ക്രിയാപദം നോക്കാം. സരതി അല്ലേ, അതിനോടുകൂടി നിസ് എന്ന ഉപസർഗം ചേർത്ത് നിസ്സരതി, ഒഴുകുക. ഓക്കെ, അതുപോലെ വീണ്ടും ഗച്ഛതി, നിര് എന്ന ഉപസർഗം ചേർത്ത് നിർഗച്ഛതി, തിരിച്ചു പോവുക മീനിങ്. ഓക്കെ, അതുപോലെ സഹത്തെ, അതിനോടുകൂടി ദുസ് എന്ന ഉപസർഗം ചേർത്ത് ദുസ്സഹത്തെ എന്നാക്കി മാറ്റി. അപ്പോൾ അർത്ഥം എന്താണ്? സഹിക്കാൻ പറ്റാത്തത്. ദുസ്സഹത എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തത്, സഹതേ എന്ന് പറഞ്ഞാൽ സഹിക്കുന്നു. ഓക്കെ,
അതുപോലെ വദതി എന്താ അർത്ഥം? പറയുന്നു അല്ലെങ്കിൽ പറയുക. അതിനോടുകൂടി ദുര് വദതി ദുർവദതി എന്നായി മാറും. അപ്പോൾ അതിൻ്റെ മീനിങ്ങോ ദോഷം പറയുക. ഓക്കെ, ഒരാൾക്ക് പറ്റാത്ത രീതിയിൽ സംഭാഷണം ചെയ്യുന്നതിന്, ഓക്കെ, അതിനാണ് ദോഷം പറയുക എന്ന് പറയുന്നത്. അതുപോലെ ചലതി ചലിക്കുക അല്ലെങ്കിൽ ചലിക്കുന്നു. അതിനോടുകൂടി വി എന്ന ഉപസർഗം ചേർത്ത് വിചലതി എന്നാക്കി മാറ്റി. ഇളകുക എന്നാണ് മീനിങ്. അതുപോലെ വീണ്ടും ഗച്ഛതി എന്നെടുത്തു. അതിനോടുകൂടി ആങ് എന്നൊരു ഉപസർഗമുണ്ട്. ആ ആങ് എന്ന ഉപസർഗത്തിൽ ങകാരം ലോപിക്കും. അതിനെ നമ്മൾ കളയും. അത് പൊതുവെ സൂത്രത്തിൽ ലഘുസിദ്ധാന്ത കൗമുദിയിലെല്ലാം ഒരുപാട് ഇങ്ങനെ ലോപങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആങ് എന്നതിലെ ങകാരത്തെ നമ്മൾ കളഞ്ഞാൽ ആ എന്നത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ എന്ന ഉപസർഗത്തെ ഗച്ഛതി എന്നതിനോടുകൂടി ചേർത്ത് ആഗച്ഛതി എന്നൊരു ക്രിയാപദം കിട്ടും. അപ്പോൾ ആഗച്ഛതി എന്നതിൻ്റെ മീനിങ് വരുക, വരുന്നു എന്നീ അർത്ഥം. അതുപോലെ പതതി വീഴുക. അതിനോടുകൂടി നീ എന്ന ഉപസർഗം ചേർത്ത് നിപതതി എന്നാക്കി മാറ്റി. താഴോട്ട് വീഴുക. ഓക്കെ, വീണ്ടും ഗച്ഛതി എന്ന് തന്നെ ഞാൻ എടുക്കുകയാണ്. അതിനോടുകൂടി അധി എന്ന ഉപസർഗം ചേർത്ത് അധിഗച്ഛതി എന്നൊരു പുതിയൊരു ക്രിയാപദമാക്കി മാറ്റി. അപ്പോൾ എന്താ അർത്ഥം? അധിഗച്ഛതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുകളിലേക്ക് പോവുക, മുകളിലോട്ട് പോവുക. അതുപോലെ അടുത്തതും ഗച്ഛതി എന്ന് തന്നെയാണ്. അതിനോടുകൂടി അപ്പി എന്നൊരു ഉപസർഗം ചേർത്ത് അഭിഗച്ഛതി എന്നാക്കി മാറ്റി. കൂടെ പോവുക എന്നാണ് ഇതിൻ്റെ മീനിങ്. അതുപോലെ വർഷതി മഴ പെയ്യുക, മഴ പെയ്യുന്നു എന്നീ അർത്ഥത്തിൽ. അതിവർഷതി അതി എന്ന ഉപസർഗം ചേർത്തു. അപ്പോൾ അർത്ഥം എന്തായി? കനത്ത മഴ പെയ്യുക, അല്ലെ, നല്ല മഴ പെയ്യുക എന്നീ അർത്ഥത്തിലാണ് ഇവിടെ അതിവർഷതി എന്ന് ഉപയോഗിക്കുക. അടുത്ത ക്രിയാപദമാണ് വദതി. അതിനോടുകൂടി സു എന്ന ഉപസർഗം ചേർത്ത് സുവദതി നല്ലത് പറയുക. ഓക്കെ, വീണ്ടും ഗച്ഛതി. അതിനോടുകൂടി ഉദ് എന്ന ഉപസർഗം ചേർത്ത് ഉദ്ഗച്ഛതി എന്നാക്കി മാറ്റി. ഉയരുക എന്ന അർത്ഥത്തിൽ. അതുപോലെ അടുത്തതും ഗച്ഛതി എന്ന ക്രിയാപദത്തോടുകൂടി അഭി എന്നൊരു ഉപസർഗം ചേർത്ത് അഭിഗച്ഛതി അരികിലൂടെ പോകുക, സമീപത്തുകൂടെ പോകുക എന്നീ അർത്ഥത്തിൽ. ഓക്കെ, അഭിഗച്ഛതി. അതുപോലെ വീണ്ടും വദതി എന്നെടുക്കുകയാണെങ്കിൽ അതിനോടുകൂടി പ്രതി എന്ന ഉപസർഗം ചേർത്ത് പ്രതിവദതി തിരിച്ചു പറയുക. നമ്മൾ പറയും തർക്കുത്തരം പറയുക എന്നെല്ലാം പറയും. അതിനെയാണ് ഇവിടെ പ്രതിവദതി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഭവതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ട്. ഓക്കെ, അതിനോടുകൂടി പരി എന്ന ഉപസർഗം ചേർത്ത് പരിഭവതി പരിഭവിക്കുക. ഓക്കെ, അവസാനത്തെ ഉപസർഗമാണ് ഉപ എന്നത്. അത് കരോതി എന്ന ക്രിയാപദത്തോടു കൂടി ചേർത്ത്, കരോതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, ഉപകരോതി എന്ന് പറഞ്ഞാൽ ഉപകരിക്കുന്നു, ഉപകരിക്കുക എന്നീ അർത്ഥത്തിലോട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 22 ഉപസർഗങ്ങളുടെയും രൂപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ ഒരു സാധാരണ ക്രിയാപദം ഉപസർഗത്തിലോട്ട് മാറുന്ന സമയത്ത് അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു ക്രിയാപദം തരികയാണ്. ആ ക്രിയാപദത്തിനെ
നമ്മുടെ ക്രിയാപദത്തിൻ്റെതായ 5 നിയമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം ഈ ഉപസർഗത്തിൻ്റെ നിയമം കൂടി അവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ക്രിയാപദം പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ 5 നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ധാതു, പദ, ലകാര, പുരുഷ, വചനം അല്ലേ? അതിനോടുകൂടി ഈ ഉപസർഗ ക്രിയാപദവും കൂടി നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഈ 5 നിയമങ്ങൾ ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആഗച്ഛതി എന്നൊരു ക്രിയാപദമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ആ ഉപസർഗപൂർവക, ആ ഉപസർഗമായിട്ടുള്ള, ആ ഉപസർഗ പൂർവത്തിലുള്ള ഗമ്മ് ധാതുവിൻ്റെ പരസ്മൈപദ ലട്ട് ലകാരത്തിൻ്റെ ഏകവചന രൂപമാണ് ആഗച്ഛതി എന്ന ക്രിയാപദം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഉപസർഗപൂർവക ക്രിയാപദം ലഭിക്കുകയാണെങ്കിലും അതിൻ്റെ നിയമങ്ങൾ ഉപസർഗം ഉണ്ടെങ്കിൽ അതിന് ആദ്യം തന്നെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ സുവദതി എന്നതാണെങ്കിൽ സു ഉപസർഗപൂർവക, അതുപോലെ പരി ആണെങ്കിൽ പരി ഉപസർഗപൂർവക എന്നുകൂടി നമ്മൾ എഴുതേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഉപസർഗങ്ങളെ കുറിച്ചിട്ട് ഇത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കാരണം ഒരുപാട് കഷ്ടമൊന്നുമില്ല. സാധാരണ ഒരു ക്രിയാപദം കിട്ടി അതിനോട് ഈ 22 ഉപസർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിനോട് ചേരുന്ന സമയത്ത് അതിൻ്റെ അർത്ഥത്തെ തന്നെ മാറ്റുന്നു എന്ന് മാത്രമേ നമുക്കിവിടെ അറിയേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ ഞാൻ 2 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അനുദിനം, പ്രതിദിനം എന്ന് അല്ലേ? അനുദിനം, പ്രതിദിനം എന്നീ 2 പദങ്ങൾ ഉണ്ട്. അതിൽ അനു എന്നതും പ്രതി എന്നതും ഉപസർഗങ്ങളാണോ? കാരണം 22 ഉപസർഗങ്ങളുടെ വിഭാഗത്തിൽ ഈ അനുന്നും പ്രതിന്നും ഉള്ള രൂപങ്ങൾ ഉണ്ട് അല്ലേ? പക്ഷെ അതുകൊണ്ട് ഉപസർഗങ്ങളാണോ? അല്ല. എന്താ കാരണം? ഈ വാക്കിനോട് കൂടി, ഈ അനു എന്ന വാക്കിനോട് കൂടി ദിനം എന്ന നാമപദമാണ് ഉള്ളത്. മനസ്സിലായല്ലോ അല്ലേ? നാമപദത്തിനോട് കൂടിയിട്ടാണ് ഈ അനു എന്ന പദം വന്നിരിക്കുന്നത്, അനു എന്ന രൂപം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അനു, ഈ പ്രതി എന്നുള്ളതിനെ ഉപസർഗം എന്ന പേര് പറയില്ല. ക്രിയാപദത്തിനോട് ചേരുന്ന സമയത്തു മാത്രമേ ഉപസർഗം എന്ന പേര് യോജിക്കുകയുള്ളൂ. നാമപദത്തിനോട് ചേരുന്ന സമയത്ത് ഉപസർഗം എന്ന പേര് യോജിക്കില്ല. ഓക്കെ, കാരണം ഇങ്ങനെ ഒരു സംശയങ്ങൾ ചിലപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സൂചന ഞാനിവിടെ തന്നത്. ഓക്കെ, അപ്പോൾ ഉപസർഗത്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരുപാടൊന്നും അതിൽ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ആ 22 ഉപസർഗങ്ങളും നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുമ്പോൾ, അതായത് വാക്യങ്ങൾ നിർമ്മിക്കുന്ന സമയത്തെല്ലാം ഒരുപാട് ഉപസർഗ ക്രിയാപദങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഉപസർഗം എന്ന് നമുക്ക് ഒരു സംശയത്തിന് ഇടയാക്കരുത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും ഈ ഉപസർഗങ്ങൾ അല്ലാത്ത ക്രിയാപദങ്ങൾ കൂടി പഠിച്ച് അതിൻ്റെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളും കൂടി അറിയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം എല്ലാവർക്കായിക്കൊണ്ടും ധന്യവാദ.